84-ാം വയസ്സിലും സഖാവ് ഈയക്കുട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഇടിമുഴക്കം പോലെ സഹപ്രവർത്തകരെ ആവേശഭരിതരാക്കുന്നു. അവയിലെ ഇനിയും പ്രക്ഷീണമാകാത്ത വീറ് സമരമുഖത്തെന്ന പോലെ അവരിൽ തീ പടർത്തുന്നു. സഹജീവികളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള യാത്രകൾ സഖാവ് ഈയക്കുട്ടിയുടെ ദിനസരികളെ ഇപ്പോഴും തിരക്കുള്ളതാക്കുന്നു. മണ്ണില്ലാത്ത കാരണം കൊണ്ട് പണി ഇല്ലാണ്ടായിട്ടില്ല. അതാണ് പ്രധാന ആവശ്യം. അപ്പം നമുക്ക് പഞ്ചായത്തിനെയും ഞങ്ങളുടെ വാർഡ് മെമ്പറെയും ഞാൻ സമീപിക്കാം. ഞാൻ ഒരു 8 മണി കഴിഞ്ഞാൽ യാത്രയായി. പിന്നെ രാത്രി ഒരു 8 മണി 9 മണി പ്രധാനമായിട്ടും എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അതായത് മരണം, അടിയന്തരം, കല്യാണം, 41, 51, പിന്നെ ക്ഷേമനിധി, പെൻഷൻ, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതിന്. അപ്പോൾ നാളെ നാളെ എന്താ എവിടേക്കാണ് പോകേണ്ടതൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ധാരണിക്കും. പിന്നെ ഇനിയിപ്പോൾ അതിൽ പോക്കറ്റ് ഡയറിയിൽ അസുഖങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ചെറിയതൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2-3 ദിവസമൊക്കെ കൊണ്ട് പരിഹരിക്കും. വീണ്ടും നടക്കും. പിന്നെയും സായിട്ട് കാണും. അപ്പോൾ ഇപ്പോൾ ഒരു 1.5 കൊല്ലം മുമ്പ് കോവിലിൻ്റെ ഡെഡ് ബോഡി കൊണ്ട് പോകുമ്പോൾ ആ കയറ്റം കയറുമ്പോൾ നെഞ്ചി പരിക്കും. അപ്പോൾ വരിന്ന് മാറിയെന്ന് ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോർമലായി തോന്നിയപ്പോൾ ഞാൻ മറ്റവരോടൊപ്പം തന്നെ വീണ്ടും പോയി. ആ സംസ്കാരം കഴിഞ്ഞ് വന്നു. അവിടുന്ന് ഒരു 3-ാം ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചു. അപ്പോൾ ഡോക്ടർ നിങ്ങൾ ചോദിച്ച കൂട്ടി തന്നെ എന്താ പേര് ഈ കുട്ടി? ശരി. മദ്യം കഴിക്കുമോ? ഇല്ല. ബീഡി കഴിക്കുമോ? ഇല്ല. ഭക്ഷണം എനിക്ക് ഇഷ്ടംപോലെ കഴിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കും. ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ രോഗിയായിട്ടൊരു അങ്ങനെ കാര്യമായിട്ടൊന്നും കിടന്നിട്ടില്ല. മൂപ്പര് കർഷക തൊഴിലാളി രംഗത്താണ് പ്രവർത്തിക്കുന്നത്. ഈ ടേട്ടെന്ന് വെച്ചാൽ എല്ലാ പരിപാടിക്കും മൂപ്പര് രംഗത്തുണ്ടാവും. ഒന്നിനും ഒഴിവില്ല. ഏതിനിപ്പോൾ അവിടെ നിന്നൊരു ജാഥ വരണമെച്ചാൽ മൂപ്പരായിരിക്കും രംഗത്ത്. അനവധി സ്ത്രീകളെയും പങ്കെടുപ്പിക്കാൻ മൂപ്പർക്ക് കഴിയുള്ളൂ. എല്ലാവരും കൊണ്ടുവരും. അപ്പോൾ ഈ ടേട്ടുണ്ടെങ്കിൽ അത് വളരെ വൃത്തിയായി. പെൻഷൻ കിട്ടിയില്ലേ? കിട്ടിയിട്ട് ചേലാഞ്ചേരി കുന്നത്ത് പണിയൊന്നുമില്ല. എങ്ങനെ ജീവിക്കാം? പയ്യൂർ ഇരുമ്പൻ വറീദിൻ്റെയും കൊച്ചുമറിയയുടെയും മകൻ ഈയക്കുട്ടിയുടെ മനസ്സിലേക്ക് താൻ ജീവിക്കുന്ന ലോകം കടന്നു ചെന്നത് അവസാനിക്കാത്ത ചോദ്യങ്ങളുമായിട്ടായിരുന്നു. വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നവനെ അന്നം നിഷേധിക്കുകയും വിയർപ്പൊഴുക്കാത്തവൻ വിഭവങ്ങളുടെ അവകാശിയായിരിക്കുകയും ചെയ്യുന്ന ലോകനീതി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് സ്വന്തം ചുറ്റുപാടുകൾ ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. ചൂഷിതന്റെ വിമോചന വാഗ്ദാനമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈയക്കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. വയസ്സിൽ പാർട്ടിയിലെ പ്രവർത്തകനായി. പട്ടിണി, കഷ്ടപ്പാടും ദാരിദ്ര്യം നിറഞ്ഞ കേരളം. പണിയെടുത്തവൻ പട്ടിണി എടുക്കുക, പണിയെടുക്കാത്തവർ സുഖമായി ഊണ് കഴിക്കുക. അതെന്താണ് അന്തരം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്. അതെന്താണ് അങ്ങനെ വരാൻ? പണിയെടുത്തവർക്കല്ലേ ഭക്ഷണം കിട്ടേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ. ആ ഭക്ഷണം കിട്ടാതെ പണിയെടുക്കാത്ത ജന്മിമാർ കേരളത്തിൽ മുതലാളിമാരും ഒരേ തരത്തിൽ ഒരേ സമയത്ത് കൃത്യമായി ഭക്ഷണം കഴിക്കുന്നു. അവർക്ക് മാത്രം ഈ ഭക്ഷണം, അച്ചാറ്, എരുളി, പപ്പടം, പായസം ഒക്കെ അവരുടെ ഉടമസ്ഥ. ഈ താഴെ ഭാഗത്ത് വയലേലകളിൽ പണിയെടുക്കുന്ന അയ്യപ്പനും കാളിക്കും അപ്പുട്ടേട്ടനും അമ്മദ് മാപ്പിളിക്കും വാപ്പിടിക്കൊക്കെ കഞ്ഞിയുടെ വെള്ളം 3 മണി നേരത്തും. ആ അന്തരം മാറ്റണമെന്നാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ. എന്തിനാണ് വിളിച്ചു കൂട്ടിയെന്ന് ചോദിച്ചു പാർട്ടി ക്ലാസ്സിൽ. ആദ്യമായിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഇത് വിളിച്ചു, എന്താ കാരണം? ചൂണ്ടൽ പഞ്ചായത്തിൽ ബാലകൃഷ്ണൻ പണിക്കർ, കണ്ടാണിശ്ശേരിയിൽ മണത്തിലെ കേശവേട്ടൻ, പിന്നെ കൈപ്പറമ്പ് പഞ്ചായത്തിൽ മാരാര്, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കുന്നംകുളത്തും അതിൻ്റെ അതൊക്കെ ഞാൻ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അന്നൊന്നും അത് പിന്നെ ഒരു കണക്കിലെടുക്കാവുന്ന പ്രസ്ഥാനമല്ലല്ലോ. അവരെല്ലാം ഈ രാജ്യത്ത് മറ്റുള്ളവരുടെ പ്രചരണത്തിന് മറികടക്കണ്ടേ. അവർ പറയണത്
ഇവരുടെ അധികാരത്തിൽ വന്നാൽ പള്ളി പൊളിക്കും, അമ്പലം പൊളിക്കും, അമ്മ പെങ്ങന്മാരില്ലാത്തവരാവും. അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാവില്ല. അവർ ഇതൊക്കെ ഈ രാജ്യം പിടിച്ചടക്കും. പിന്നെ നമ്മൾക്ക് അമ്മ പെങ്ങന്മാർക്കൊന്നും വഴി നടക്കാൻ പറ്റില്ല, നമുക്ക് ദേവാലയങ്ങൾ സ്വാതന്ത്ര്യമില്ല എന്നാണ് അവരുടെ ഭാഗം. നമ്മൾ പഠിപ്പിക്കുന്നത് ഈ രാജ്യത്ത് ജനിച്ചവർക്കെല്ലാവർക്കും പാർപ്പിടവും ഭക്ഷണവും കാപ്പിയും വസ്ത്രവും എല്ലാം കിട്ടണം, വിദ്യാഭ്യാസവും കിട്ടണം. അതിൽ കൂടിയേ ഇത് ഇവരോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. കാരണം പിന്നെ പണിയെടുക്കുന്നൊരു കൂട്ടും ഭക്ഷണം കഴിക്കുന്നത് വേറൊരു കൂട്ടുകാരല്ലേ, അത് അടുത്തടുത്ത് കൊണ്ടുവരണ്ടേ. അന്ന് ഞങ്ങളത് തീരുമാനിച്ചതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി ₹1 നമ്മൾ ₹2 കൊടുത്തത്. അവിടേക്ക് എത്തി. അപ്പോൾ കൊല്ലം 60-70 പിന്നിടേണ്ടി വന്നു. ജന്മിത്തവും ജാതി മേധാവിത്വവും യാഥാസ്ഥിതിക സംഘടിത മതവും സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തെ നിർണയിച്ചിരുന്ന 1950കളിലാണ് സഖാവ് ഈയക്കുട്ടി തൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. കഴിഞ്ഞ 6 ദശകത്തിനിടയിൽ കേരളത്തിൻ്റെ സമ്പദ്, രാഷ്ട്രീയ, സാംസ്കാരിക ഭൂമിക തിരിച്ചറിയാനാവാത്ത വിധം മാറിത്തീർന്നിട്ടുണ്ട്. ഈ പരിണാമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് കർത്തൃത്വപരവും വിധായകവുമായിരുന്നു. കർഷക തൊഴിലാളി മേഖലയിൽ സംഘടനാ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ട സഖാവ് ഈയക്കുട്ടി കേരളത്തിലെ ഭൂമി കാർഷിക ബന്ധങ്ങൾ പൊളിച്ചെഴുതിയ നിരവധി സമരങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു. ഓർമ്മകളിൽ ഈ കാലത്തിൻ്റെ ശോണമുദ്രകളുണ്ട്. ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കർഷക സംഘത്തിൽ കൂടി വന്നേ കൃഷിക്കാരുടെ സംഘടനയിൽ കൂടി വന്നു. അതിൻ്റെ മെമ്പർഷിപ്പ് 2 എണ്ണയാണ് ഒന്ന്. അപ്പോൾ 25 ലീഫുണ്ട് ഒരു എസ് ബുക്കിൽ. അപ്പോൾ ഞാൻ നടന്ന് പിരിച്ചിട്ടാക്കി 2 എണ്ണ തരാൻ ചിലപ്പോൾ ചില വീടുകളിൽ വിഷമമുണ്ട്, പിന്നെയും പോകും. അങ്ങനെ ഈ 25 മെമ്പർഷിപ്പിൻ്റെ ₹3 2 എണ്ണ. അപ്പോൾ എനിക്ക് 2 എണ്ണെങ്കിലും എനിക്ക് തരുമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്നും ഓർമ്മയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ₹3 2 എണ്ണ കൊടുത്തു. പിന്നെ അവിടുന്ന് കാലങ്ങൾ പിന്നിട്ടു. കർഷക സംഘം വളർന്നു. കർഷക തൊഴിലാളിയുടെ ഒരു മൂവ്മെൻറ്റ് ശക്തിപ്പെട്ടു തുടങ്ങി. അപ്പം പിന്നെ 1970 കർഷക തൊഴിലാളി സംയുക്ത സമരം നടത്തുമ്പോൾ അന്ന് EMS ഒക്കെ ഉള്ള കാലഘട്ടം, നായനാർക്കുള്ള കാലഘട്ടമാണ്. ആലപ്പുഴയിലാണ് സമ്മേളനം നടന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ വെച്ച് പിന്നെ പ്രവർത്തകരായിട്ടുള്ള ഒരു കർഷക തൊഴിലാളിയിലും പ്രവർത്തിക്കണം, കർഷക സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള നില വന്നു. അങ്ങനെ ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. വീട്ടിൽ വന്നു. പിന്നത്തെ യോഗത്തിൽ പറഞ്ഞു, കർഷക തൊഴിലാളിയിൽ പ്രവർത്തിക്കാൻ എന്താ എനിക്ക് വിഷമമെന്ന് ചോദിച്ചു എന്നോട്. ഇല്ല, വിഷമമൊന്നുമില്ല, ഏത് സംഘടനയിലും പാർട്ടി പറഞ്ഞതനുസരിക്കാനാണ് ഞാൻ. അതുകൊണ്ട് കർഷക തൊഴിലാളിയിൽ പ്രവർത്തിക്കണം, കർഷക സംഘത്തിൽ പോകണ്ടെന്നല്ല, അത് സമയമുണ്ടെങ്കിൽ പോയാൽ മതി, പാർട്ടിയുടെ തീരുമാനം അതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ 31 കൊല്ലക്കാലം കർഷക തൊഴിലാളിയിൽ പ്രവർത്തിച്ചാണ്. ഞാൻ കർഷക തൊഴിലാളിയിലെ പ്രാദേശിക മെമ്പർ സ്ഥാനം തൊട്ട് ഉയർന്നു. ഞാൻ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയിൽ ഒക്കെ പ്രവർത്തിച്ച് എന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. 15 കൊല്ലക്കാലം ഞാൻ ജില്ലാ കമ്മിറ്റി മെമ്പറായി ഈ ജില്ലയിൽ, പ്രത്യേകിച്ചും ഇതിൻ്റെ ഈ ഏരിയയിൽ അറിയപ്പെടുന്നവനായി ഞാൻ പ്രവർത്തിച്ചു. അവൻ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഒരാൾക്ക് ഇത്തിരി ഇതായാലും അവൻ ഗുണം തന്നെ ചെയ്തെടുക്കണേ. പയ്യുകാർക്കൊക്കെ നല്ല ഗുണമാണ് ചെയ്തെടുക്കണേ. അവൻ വന്നപ്പോഴാണ് ആ പയ്യുകാർക്കൊക്കെ കാശ് കൂലി കൂട്ടി നന്നായി പണിക്കാർക്ക് കൊടുക്കലും ഒക്കെ ഉണ്ടായാണ്. അവൻ ദോഷമൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് കൂലി കൂടി, അതിപ്പോൾ ഉമ്മയുടെ മാതിരി എല്ലാവർക്കും കൂലി കൂടിയുണ്ട്, നമ്മൾ മാത്രമല്ല. അതിപ്പോൾ അവൻ അതിൽ ചേർന്നപ്പോൾ അതിൽ കൂടുന്നവർക്കൊക്കെ അത് മാതിരി തന്നെയല്ലേ. മരത്തങ്കോട് പിന്നെ മിച്ചഭൂമിക്ക് വേണ്ടി ഒരു ഗംഭീരമായ സമരം നടന്നു. ആ സമരം ആ ഭാഗത്ത് മാത്രമുള്ള പ്രവർത്തകരല്ല, അടുത്ത പ്രദേശത്തുള്ള ഒരു പ്രവർത്തനം കൂടി പങ്കെടുത്തുകൊണ്ടാണ് സമരം നടത്തിയത്. അതിൽ ഈട്ടേട്ടൻ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം അങ്ങനെ ഈ സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാനും
അത് അർഹതപ്പെട്ടവർക്ക് പതിച്ചു കൊടുക്കാനും വേണ്ടി ശ്രമം നടത്തി. കുറേ ആൾക്കാരെ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ചു. ആ അപേക്ഷ കൊടുത്തവർക്കെല്ലാം ഭൂമി ലഭിച്ചു. അങ്ങനെയുള്ള ഭൂമി ആണ് അവിടെ AKG നഗർ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത്. എല്ലാ സമരങ്ങളുടെയും അല്ലെങ്കിൽ പ്രകടനങ്ങളുടെയും ജാഥകളുടെയും മുമ്പിൽ ഈ തിയേറ്റർ ഉണ്ടാവും. മുമ്പിൽ ഈ തിയേറ്റർ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഒരു പ്രത്യേക സൗണ്ടിൽ മുദ്രാവാക്യം വിളിക്കാനും സംസാരിക്കാനും ഈ തിയേറ്ററിനെ ഒരു പ്രധാന ഘടകമായിട്ട് കാണാം. ജന്മനായ കർഷക തൊഴിലാളിയൊന്നുമല്ലെങ്കിലും അയാളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കർഷക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അത് മൂപ്പരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സ്വഭാവമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇപ്പോൾ പാർട്ടിക്കകത്ത് പല മുന്നണികളിലും പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ഏതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാലും കർഷക തൊഴിലാളി വിട്ടിട്ടുള്ള വേറൊരു കാര്യമില്ല. അതൊരു പ്രത്യേകതയാണ്. അന്നത്തെ ഈ ജന്മി നാടുവാഴി സമ്പ്രദായത്തിൻ്റെ വികൃതമായ രൂപമുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാനാവില്ല. അത്ര പ്രാകൃതമായ പൈശാചികമായ നിലപാടുകളാണെന്ന് കാർഷിക മേഖലയിലുള്ളത്. നമ്മൾ ഈ ഊഹത്തെന്ന് പറയുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് പട്ടിക്ക് പോലും ചട്ടിയിൽ കഞ്ഞി കൊടുക്കും, പക്ഷേ കർഷക തൊഴിലാളിക്ക് കുഴികുത്തി പാളയില കഞ്ഞി കൊടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ അത്ര നീചമായ ഘട്ടത്തിൽ അതിനെ എതിരെ ഉയർന്നു വന്നൊരു വികാരമുണ്ടല്ലോ. അങ്ങനെയാണ് കർഷക തൊഴിലാളികളുടെ അത് ജന്മനാഥല്ലെങ്കിൽ ജന്മനാ കൃഷിയും കച്ചവടക്കിയായിരുന്നു, പുനാമച്ചിയിൽ കച്ചവടക്കിയായിരുന്നു. പക്ഷേ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം അതിൻ്റെ രക്തത്തിൽ അത് അലിഞ്ഞു ചേർന്നു. അതാണ് അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ ട്രെയിനുള്ളത്. സഹാവ് യു കുട്ടി 16 വയസ്സ് മുതൽ കർഷക തൊഴിലാളി രംഗത്ത് സജീവമായി പ്രവർത്തിച്ച തൃശ്ശൂർ മേഖലയിലെയും പരിസര പ്രദേശത്തെയും കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അണിനിരത്തി അവരുടെ കുറഞ്ഞ കൂലിക്കെതിരായും കൂലി കൂടുതലിന് വേണ്ടിയും തൊഴിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയുമെല്ലാം തന്നെ പോരാടിയിട്ടുള്ള സഹാവ് കുമാരനെ പോലെ തന്നെ പോരാടിയിട്ടുള്ള ഒരു പ്രവർത്തകനാണെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഇപ്പോൾ 82 വയസ്സായപ്പോഴും 16 വയസ്സ് മുതൽ തുടങ്ങിയ ആ പ്രവൃത്തി ഇപ്പോഴും തുടരുന്നു. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അത് ഈ മിച്ചഭൂമി സമരത്തിന് ഞങ്ങൾ ഗ്ലാലൂർ പോയി. ആ ഗ്ലാലൂർ പോയപ്പോൾ അവിടുന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഒരാളെല്ലാവരും അടിച്ചുള്ളൂ. ഞങ്ങൾ മറ്റുള്ളവർക്ക് ഞങ്ങൾ വടക്കഞ്ചേരി കൊണ്ടുവന്നു, ഞങ്ങൾ ശിക്ഷിച്ചു. ഞങ്ങൾ അങ്ങനെ ബിയോ ജയിലിൽ 21 ദിവസം. കമ്മ്യൂണിസ്റ്റുകാരനായതിനു ശേഷം പാർട്ടിയായിരുന്നു സഖാവ് ഇയ്യക്കുട്ടിയുടെ ജീവിത വിധാതാവ്. ദൈവവും മതവിശ്വാസവുമെല്ലാം സഹജീവിയുടെ അവകാശമെന്ന് അംഗീകരിക്കുന്നു ഇദ്ദേഹം. ഇതുപക്ഷേ വിശ്വാസികളുടെ പ്രതിയോഗിതയിൽ നിന്ന് മുക്തനാകാൻ ഈ കമ്മ്യൂണിസ്റ്റിനെ പ്രാപ്തനാക്കിയില്ല. വിമോചന സമരം, മിച്ചഭൂമി സമരം തുടങ്ങിയ സന്ദർഭങ്ങളിലെല്ലാം മതാന്ധതയുടെ ഇരയാകേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ഭക്തി, വിശ്വാസം, ഈശ്വരൻ, ദൈവം, ഈ സംഗതികളെ കുറിച്ച് അതൊന്നും ശരിയല്ല എന്ന് തോന്നുന്നത് എപ്പോഴായിരുന്നു? അത് പിന്നെ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം ആ ക്ലാസ്സിൽ കൂടിയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുരിശടിക്കണവരില്ലേ, എന്താവും ചെയ്യണമെന്നുള്ള ആർക്കറിയും. കുരിശുപള്ളി കണ്ടു, കുരിശുപള്ളി കഴിഞ്ഞു, ബസ്സിന് വഴിക്ക് പോകുന്നു. അപ്പോൾ അവൻ കുരിശടിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, 4 അമ്പലത്തിൽ പോകുന്നു, വണ്ടി ഏൽപ്പിക്കണു, 360 രൂപ ഒരാൾക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭക്തിക്ക് പോകണു, പഴയനിലേക്ക് പോകണു. ചിലവർ അവിടുന്ന് വരുമ്പോൾ ഡെഡ് ബോഡിയായിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ ഭക്തിയിലേക്ക് പോകുന്ന ദൈവങ്ങൾക്ക് അവർ തിരിച്ചു കൊണ്ടുവന്നിവിടെയെന്ന് ഞാൻ ചോദിക്കാറുണ്ട്. എൻ്റെ മകൻ മരിച്ച പള്ളിയുണ്ടല്ലോ, അവിടേക്ക് ഞാൻ പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ പറയുമ്പോൾ അവൻ്റെ ശാസ്ത്രം നാളെട്ടാ ഒന്ന് പള്ളിയിൽ ഒക്കെ പോകണം. ഞാൻ അവരെ കൂട്ടത്തിൽ പോകും. അവൻ്റെ ഓർമ്മയ്ക്കായിട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കല്ലറ കെട്ടിയിട്ടുണ്ട്. ആ കല്ലറ കെട്ടിയതിൻ്റെ മുകളിൽ ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട്: മരിച്ചവർ പൂർത്തീകരിക്കാത്തത് ജീവിച്ചിരിക്കുന്നവർ പൂർത്തീകരിക്കണമെന്ന്.
ഏറ്റവും വലിയ വിരോധികളായി ക്രിസ്ത്യൻ സമുദായം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് CPM. അവരുടെ മാർപ്പാപ്പ എഴുതിയ ലേഖനങ്ങളും അതുവഴി മെത്താൻ വഴി അവരുടെ പള്ളികളിലേക്ക് എത്തുന്നതും കടിച്ചാൽ പൊട്ടാത്ത വിദ്വേഷമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ ഈ ചില കാലങ്ങളിൽ ചില മാർപ്പാപ്പമാർ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനത്തെവരല്ല ദയയുള്ളവരാണെന്നൊക്കെ പറഞ്ഞുള്ള വാചകളൊക്കെ വന്നിട്ടുണ്ട്. അത് പിന്നെയില്ല. ആദ്യ സമയത്തൊക്കെ വളരെ അമ്മ പെങ്ങന്മാരില്ലാത്തവരാണെന്ന് നേരെ പറയുന്നത് ഞാൻ കേട്ടവനാണ്. ഈ അങ്ങാടിയിൽ എനിക്ക് ചെറിയ പിടിയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പെങ്ങന്മാരില്ലാത്തവർ, പള്ളി പൊളിക്കുന്നവർ, അമ്പലം പൊളിക്കുന്നവർ, ദുഷ്ടന്മാർ, ഈ രാജ്യത്ത് അവരുടെയൊക്കെ ഭരണം വന്നാൽ ഈ രാജ്യത്ത് പള്ളികളൊന്നും ഉണ്ടാവില്ല, ചേടിച്ചാൽ അതൊക്കെ അവരങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അമ്മമാരോടൊക്കെ. അവരുടെയൊക്കെ നാമധേയങ്ങളിൽ, അവരുടെയൊക്കെ വചനങ്ങളിൽ, അവരുടെയൊക്കെ പുസ്തകങ്ങളിൽ പോലും അവർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒരു ബ്രാഞ്ച് യോഗത്തിൽ പറഞ്ഞു, തലചായ്ക്കാൻ ഇടവില്ല, വാടക കൊടുക്കാൻ കാശുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 4-5 ആൾ പന്ത് കളിക്കുന്നത് നിൽക്കേണ്ട ഏക്കർ കണക്കിന് സ്ഥലമൊന്നും വേണ്ട, ആ കുന്നിൻ്റെ മുകളിൽ കുടിയിൽ വെച്ച് കെട്ടാൻ പറഞ്ഞു. അപ്പം ഞാനും മൊത്തം ഗൗരവമായി പറഞ്ഞതല്ല, അവരത് ഗൗരവമായി കണക്കിലെടുത്തു. ഈ ചേട്ടൻ പറഞ്ഞില്ലേ. അങ്ങനെ 5 കുടിയിൽ വെച്ച് അവർ കെട്ടി. ആ 5 കുടിയിലും ഈ ദുഷ്ടശക്തികൾ, ഇവരുടെ ഈ സമാജത്തിൽപ്പെട്ട യുവാക്കളുണ്ടല്ലോ, അവർ പന്ത് കളിച്ചേർന്ന ആ സ്ഥലം അവർ 5 കുടിയിൽ തീ കൊടുത്തു. തീ കൊടുത്തത് കത്തി അമർന്നു. അങ്ങനെ അതിനോടനുസരിച്ച് നമ്മൾ കേസ് കൊടുത്തു. അന്ന് അച്ഛനേൻ്റെ ഭരണമാണ്. കേസ് കൊടുത്ത് കേസൊക്കെ നമ്മൾ നടത്തി. പിന്നെ അങ്ങോട്ട് ഒരു വിധേന തീർന്നു. വൈരാഗ്യം അവർക്ക്, അവരാ പന്ത് പന്ത് കളി ഈ തീ കൊടുത്തതിന് ശേഷം പിന്നെ അവർക്ക് പന്ത് കളിക്കാൻ കൂടുതൽ സാധ്യതയായി. ഞങ്ങളുടെ ശക്തിയാണെന്ന് എനിക്ക് ആ പന്ത് കളി കഴിഞ്ഞിട്ട് കുന്നിൻ്റെ മകളിൽ നിന്ന് അങ്ങാടിയിലേക്ക് ആ പന്തും കൊണ്ടുവന്നു. എൻ്റെ അമ്മ പീടികയുണ്ട്, അമ്മേരെ പുറത്തേക്ക് പന്തെറിഞ്ഞു. അപ്പോൾ അമ്മ ഈ പന്ത് ഇവരെ ഏറ് കൊണ്ടിട്ട് അത് അങ്ങോട്ട് എടുത്തിടുക. അമ്മയ്ക്കറിയില്ല ഈ പന്ത് അവർക്ക് ഇട്ട് കൊടുത്ത പിന്നെ അവർ പോകുന്ന വിചാരിച്ചതേ, അവർ വീണ്ടും എറിഞ്ഞു. ഫീസ് നൽകാനുള്ള കുടുംബസ്ഥിതി ഇല്ലാതിരുന്നതിനാൽ 4-ാം ക്ലാസ്സിൽ ഈയക്കുട്ടിയുടെ ഔപചാരിക വിദ്യാഭ്യാസം അവസാനിച്ചു. 15-ാം വയസ്സിൽ ന്യായവില ഷോപ്പിൽ തൊഴിലാളിയായി. തയ്യൽ പഠിച്ചു. ആണിക്കമ്പനിയിൽ പണിയെടുത്തു. വയനാട്ടിൽ കാപ്പിക്കുരു പറിച്ചു. നിർമ്മാണ തൊഴിലാളിയായി. പലവ്യഞ്ജനക്കട നടത്തി. 40 വർഷത്തിലേറെ കള്ളുഷാപ്പിൽ പണിയെടുത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരൻ പക്ഷേ ജീവിതത്തിലൊരിക്കലും മദ്യപിച്ചിട്ടില്ല. ഇതിനിടെ 2 തവണ ചൂണ്ടൽ പഞ്ചായത്ത് ഭരണസമിതി അംഗമായി. കൂനമുച്ചി പ്രൈമറി സ്കൂളിലാണ് പഠിച്ചത്. 5-ാം ക്ലാസ്സിൽ പോകാതിരുന്നത് സാമ്പത്തികമായിട്ടുള്ള കഷ്ടം. ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞു. 3 രൂപയെ ഫീസുള്ളൂ. അപ്പോൾ പിന്നെ ഈ കുട്ടികളെ ചേർക്കാൻ വേണ്ടി വന്നിട്ട് പിന്നെ 1.5 റുപ്യ ഞങ്ങൾ തരാം, 1.5 റുപ്യ വറിയതായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു മാഷന്മാർ. എൻ്റെ അടുത്ത് കാശില്ലാന്ന് പറഞ്ഞപ്പോൾ അപ്പം അങ്ങനെ ആ ചെറിയ വിദ്യാഭ്യാസത്തിൽ നിന്നു വളർന്നു. പഠിപ്പ് നിർത്തിയതിന് ശേഷം പിന്നെ വീട്ടിൽ കൂടി. അപ്പനൊക്കെയുള്ള കാലമാണ്. പിന്നെ ജീവിതത്തിന് വഴിമുട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം വീട്ടിൽ അപ്പൻ അസുഖം കെടുത്ത് മരിച്ചു. അപ്പോൾ ജ്യേഷ്ഠന് രാണിപ്പണി കിട്ടി. ഞാനും ജ്യേഷ്ഠനും കൂടി പോകാറുണ്ട്. അതിൻ്റെ ഒരു വീതം കിട്ടി ജീവിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അപ്പൻ മരിച്ചതിന് ശേഷം ഞാൻ ഒരു ഡെപ്പോയിൽ സർവൻ്റായി റേഷൻ കടയിൽ ജോലി നോക്കി. അതിന് കിട്ടുന്നത് ചെറിയ തുച്ഛമായുള്ള വരുമാനം അമ്മയ്ക്ക് കൊടുത്തു കൊടുക്കും. 15 വയസ്സ് 20 വയസ്സാകുമ്പോഴേക്കും ഞാൻ മാറ്റങ്ങൾക്ക് ഉൾക്കൊണ്ടു. ആണിപ്പടി അത് ഈ കുന്നംകുളത്തുണ്ടായിരുന്നു. അങ്ങനെ പ്രാദേശികമായിട്ട് കുറേ ആളുകൾക്ക് അതിൻ്റെ തൊഴിൽ കിട്ടി. അതുകൊണ്ട് ചെറിയൊരു ഉപജീവന മാർഗം കുറച്ച് കാലങ്ങളായി കുന്നംകുളത്തുണ്ടായി. പിന്നീട് അത് മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ പലചരക്ക് പിടിയാം. വയനാട്ടിൽ എന്തെല്ലാം ജോലി ചെയ്തത്? കാപ്പിക്കുരു ഇറക്കൽ, പിന്നെ ഈ പരപ്പണിക്ക് പിന്നെ തൊഴിലായി കൽപ്പണിക്കാരൻ്റെ കൂടെ കൽപ്പണി ചെയ്യുന്നതിന് സഹായിക്കാം. അപ്പോൾ 1 ഉറുപ്പ്യ കിട്ടും.
വയനാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ജ്യേഷ്ഠൻ്റെ കൈകൊണ്ട് കുറച്ച് കാശ് വന്നു, അതുകൊണ്ട് ഒരു കച്ചവടം ചെയ്തു, പലർക്കും പിടിക്കാം. അതെല്ലാം ഈ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ പോയി. അങ്ങനെയാണ് പിന്നെ പാർട്ടിയിൽ നിന്ന് AKG പറഞ്ഞിട്ടാണ്, KP നാഷണൽ പറഞ്ഞിട്ടാണ് ഒരു തൊഴിൽ വന്നത്. തൊഴിൽ ഈ കള്ള് കമ്പനിയിൽ 40 വർഷം. ഇല്ല, അല്ല അത് പാർട്ടിയിൽ വന്ന കാലത്തുള്ള ഒരു ക്ലാസ്സാണത്. കക്കരുത്, നുണ പറയരുത്, മദ്യപിക്കരുത്, ചീട്ട് കളിക്കരുത്. ഇത് 4 ഇല്ല ഉള്ളവന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടായാലും വേണ്ട, നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് വന്നാളോ, അപ്പോൾ ഈ പാർട്ടി ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്നും കഴിക്കില്ല അറിഞ്ഞു. ശരി, ഞാൻ ആദ്യം നിന്നത് സൊസൈറ്റിയിലാണ്. സൊസൈറ്റിയിൽ നിന്ന് ഞാൻ 150 വോട്ടിന് ജയിച്ചു. പിന്നത്തെ പ്രാവശ്യം നിന്നു, അപ്പോൾ 300ൻ്റെ മേലെ വോട്ടിന് ജയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യ നിന്നിട്ട് അവർ 910 വോട്ട് കിട്ടിയെടുത്തു. അപ്പോൾ എൻ്റെ ഭാര്യ, അപ്പോൾ ഈ കൂനമ്പറ്റി സൊസൈറ്റിയിൽ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമായിട്ട് നിന്നതാണ്. നായനാരുടെ മന്ത്രിസഭയുള്ളപ്പോൾ 1980. അപ്പോൾ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഗ്രാമത്തിൽ ലൈറ്റൊക്കെ വരുത്താൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്തു. കർഷക തൊഴിലാളികൾ അവരുമായിട്ടുള്ള ജീവിതം, അവരുടെ കൂടെ വീടുകളിൽ കയറി ചെല്ലുക, അവരുമായിട്ട് ഇഴുകിച്ചേരുക, അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ മൂപ്പരെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കിൻ്റെ മെമ്പറായിരുന്നു 2 തവണ. മൂപ്പര് BBC ആയിട്ടുണ്ട്, സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, പാൽ സഹകരണ സംഘത്തിൻ്റെ ആയിട്ടുണ്ട്. ഇതിലെല്ലാം കൃഷിയും കർഷക തൊഴിലാളിയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അതാണ് അതിൽ വേറൊന്ന്, പാർട്ടിക്ക് അതീതമായ ആളുകളുടെ സ്നേഹമുണ്ട്. ഈ കുട്ടിയേട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതൊന്നും അപ്പീലില്ല. ഗ്രാമപഞ്ചായത്തിലേക്കാണെങ്കിൽ ഇത്തിരി പ്രയാസപ്പെടുന്നൊരു വാർഡിലാണ് കഴിഞ്ഞതിൻ്റെ 30 തവണ മത്സരിച്ച ആ കോളനിയുടെ പുറത്തുള്ള സ്ഥലം. പക്ഷെ അത് ഈ കുട്ടിയേട്ടനായതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. യാഥാസ്ഥിതിക കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് ഈയക്കുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്ന ബേബി ക്രമേണ സഖാവിൻ്റെ രാഷ്ട്രീയാദർശങ്ങളെ സ്വാംശീകരിച്ചു. വീട്ടിലും നാട്ടിലും അവർ ഈയക്കുട്ടിയുടെ രാഷ്ട്രീയ സഹധർമ്മചാരിണിയായി. വൈയക്തികമായ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൻ്റെ സാമൂഹ്യ മൂല്യബോധത്തിലേക്ക് അവർ ലയിപ്പിച്ചു. പെണ്ണ് കെട്ടാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരനായാലും അയാൾക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞത് സാധാരണ പതിവില്ലെന്ന് ഈ എൻ്റെ ഭാര്യ അപ്പനോട് പറഞ്ഞു. അപ്പൻ കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് ആ കുടുംബമെല്ലാം നമ്മുടെ പാർട്ടിയിലേക്ക് ഞാൻ മെല്ലെ മെല്ലെ കൊണ്ടുവന്നു. ഇവർക്ക് പഠിപ്പില്ലാത്ത കാരണം അപ്പനും അമ്മയ്ക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. പഠിപ്പില്ല, ജോലിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല. അപ്പം അപ്പച്ചൻ പറഞ്ഞു, അമ്മ പറഞ്ഞു പെൺകുട്ടികളല്ലേ ഇനി അധികം നിർത്തണ്ട, 10ാം ക്ലാസ്സിലേക്ക് എത്തിയില്ലേ, അപ്പോൾ അവളെ കെട്ടിച്ചു കൊടുക്കാം. അപ്പം അപ്പച്ചൻ പറഞ്ഞു ജോലിയൊന്നും ഇല്ലാത്തവനെ കെട്ടിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും കൂടിയിട്ട് വിരുദ്ധായി അവിടെ. എന്നാലും പിന്നെ അവരത് കഴിച്ചു. കാരണം വേറൊരു വഴക്കിനോ വക്കാനത്തിനോ ഒന്നിനും പോണ ആളല്ലല്ലോ. അത് കാരണം ഞങ്ങളുടെ അപ്പച്ചനെ ഇഷ്ടമായിരുന്നു. നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മകളയാളം ജില്ലാ കമ്മിറ്റി വരെ എത്തിച്ചിട്ടുണ്ട്. അവർ എൻ്റെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ 2 കൂട്ടരും ഗംഭീര ഇടിയും മഴയത്തും ഒരു മാവും ചൂട്ടിൽ നിന്നുള്ളൊന്നും ഓർമ്മയുണ്ട്. തലക്കുട്ടികളെ വെച്ചിട്ട് ഞാൻ അവരെ പോണ്ടറിഞ്ഞ് പിടിച്ചിട്ടും മഴ അങ്ങനെ വലിയ വൃക്ഷത്തിൻ്റെ ചില്ലകൾ അടിക്കുക, ഞങ്ങൾ ചത്തുപോയി എന്ന് വിചാരിച്ചു. ഇവിടെ 4-5 മക്കളും എൻ്റെ അമ്മയും നോക്കും രാത്രിയിൽ. സിദ്ധാന്തങ്ങളല്ല, 6 പതിറ്റാണ്ടിലേറെക്കാലം താൻ ഇടപെടുന്ന മനുഷ്യരുടെ ജീവിതമായിരുന്നു സഖാവ് ഈയക്കുട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വെളിച്ചം. ജനങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാഠപുസ്തകം, പാർട്ടിയായിരുന്നു ഗുരുവും വഴികാട്ടിയും. AKGയും EMSും അടങ്ങുന്ന പരിത്യാഗത്തിൻ്റെ വലിയ ബിംബങ്ങൾ സഖാവ് ഈയക്കുട്ടിയെ വൈകാരികമായി കീഴടക്കി. പാർട്ടി പിളർപ്പ് ഹൃദയത്തിലേറ്റ മുറിവായി അനുഭവിച്ചു ഇദ്ദേഹം. പാർട്ടി എടുക്കുന്ന തീരുമാനം ആ കാലഘട്ടത്തിൽ
ശരിവെച്ചിട്ടുള്ള തീരുമാനം എടുക്കുക. കാലഘട്ടങ്ങൾ മാറുമ്പോഴും ജനങ്ങൾക്ക് അതിനോട് ഇഷ്ടമില്ല എന്ന് കാണുമ്പോഴും ആ തീരുമാനങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിൽക്കുന്ന കാലത്തോളം മാറ്റിയേ മതിയാവുള്ളൂ. അതിൻ്റെ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകേണ്ടത് എൻ്റെ കടമയാണ്. മാറ്റങ്ങൾ വരുത്തുന്നത് മനുഷ്യരാണ്, സംഘടന ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. ആ സംഘടനയിൽ എന്തെങ്കിലും കറുത്ത പുള്ളികൾ കടന്നുകൂടുന്നുണ്ടെങ്കിൽ അത് മാറ്റി ഉണ്ടാക്കേണ്ടതാണ്. മാർക്സിന് തെറ്റുപറ്റിയപ്പോൾ എംഗൽസാണ് തിരുത്തി കൊടുത്തത്. ആ കാലഘട്ടം അതായി. ഞാൻ കുറേയൊക്കെ വായിച്ചു എന്നല്ലാണ്ട് എനിക്ക് മറ്റുള്ളവരുടെ സഹായം കൂടാതെ അത് ചലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ പലതും ഞാൻ ചെറിയ വിദ്യാഭ്യാസമുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ പലരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുകയും ഞാൻ പഠിക്കുകയും പഠിക്കുന്നത് ഇതിനനുസരിച്ച് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും പാർട്ടി ഇന്നതാണ് എന്ന് ഞാൻ സഹാക്കളോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളർന്നു വലുതായി വന്നതാണ്. അത് പ്രവർത്തിക്കുകയാണ് ശരിക്കുള്ള കാര്യം. അദ്ദേഹം പാർട്ടിക്ക് മറ്റ് നേതാക്കന്മാരെ പോലെ ഒരുപാട് വേറെ സംഭാവനകൾ ചെയ്തു എന്നൊന്നും പറയാനാവില്ല. പാർട്ടി അനുയായികൾക്കിടയിലെ ഒരു വല്ലാത്ത നക്ഷത്രമാണ് E.U.T. ഏട്ടൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വേറെ നേതൃത്വപരമായി സംഭാവന ചെയ്തു എന്നുള്ളതല്ല, പക്ഷെ പാർട്ടിയിലെ ഇത്രയധികം സ്നേഹിക്കുന്ന, പാർട്ടിയെ അതിരറ്റ് സ്നേഹിക്കുന്ന E.U.T. ഏട്ടനെ പോലത്തെ ഒരാളെ കണ്ടെത്താൻ പ്രയാസമാണ്. ചിലപ്പോൾ ഇയാൾ താത്വികനോ പണ്ഡിതനോ ഒന്നും ആവില്ലായിരിക്കാം. അതൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ മാർക്ക് വളരെ കുറവായിരിക്കാം. പക്ഷേ താൻ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഒരിക്കലും പതറില്ല. കാര്യത്തിൽ അദ്ദേഹം മറ്റാരേക്കാൾ മുമ്പനാണ്. പാർട്ടി പിളർന്നപ്പോൾ സഖാവിൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? ഒരു സ്വല്പം വിഷമം ഉണ്ടായി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നു. ഒരു ശകരം ബാധിച്ചു. അപ്പഴും മാറിയത് അവർ തിരിച്ചു പോന്നു. ഇവിടെ ഒരു 10-30 ആൾ പോയി ഈ പഞ്ചായത്തിൽ നിന്ന്, ചൂണ്ടൽ പഞ്ചായത്തിൽ നിന്ന്, അതുപോലെ കണ്ടാശ്ശേരിയിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നില്ല അവർക്ക് അത് തെറ്റ് മനസ്സിലായി. ഒരു കൊല്ലം ആകുമ്പോഴേക്കും അവർ തിരിച്ചു വന്നിപ്പോൾ. ഞാൻ 1954 ഒന്നാം കർഷക സമ്മേളനം ഈ കൺവെൻഷൻ നടക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഞാൻ ജാതിയായിട്ട് ഇവിടുന്ന് പോയി നിൽക്കുമ്പോൾ വേറെ സഖാവ് പറഞ്ഞു, അതൊന്ന് സംസാരിക്കണു EMSഉം AKG എന്ന് പറഞ്ഞു. ഈ ജനമണി പൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അവരുടെ സംസാരം കേൾക്കാനും അവരെ കണ്ണു നിറയെ കാണാനും സാധിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിൽ എനിക്കൊന്ന് 22 വയസ്സായി, 24 വയസ്സുള്ളൂ. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ AKG ചോദിച്ചു, സഖാവേ സോഡ കിട്ടുമോ? കിട്ടുമെന്ന് പറഞ്ഞു. 2 സോഡ മേടിച്ചു കൊണ്ടുവരുമോ? പറഞ്ഞപ്പോൾ ഞാൻ ടൗൺ ഹാളിൻ്റെ പടിക്കൽ അന്ന് ഈ മറ്റേ സോഡയാണ്, ഈ പുട്ടും ഒന്നും പൊട്ടില്ല, ഉറക്കെ ശബ്ദിക്കണം അപ്പോൾ പറഞ്ഞോളൂ 2 സോഡ വേണം, താൻ എൻ്റെ കൂടെ പോരരുത്, ഞാൻ പൊട്ടിച്ചു കൊടുത്തുണ്ട്, തൻ്റെ പൊട്ടിക്കുന്നത് തരുമെന്ന് പറഞ്ഞു. അത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു സോഡയ്ക്ക് 2.25 2.25 എന്നുവെച്ചാൽ 3 പൈസ. അപ്പോൾ അയാൾ 2 സോഡ തന്നു, പൊട്ടിക്കാണ്ട് തന്നു. ഞാൻ അയാളെ പൊട്ടിക്കണ ഒന്ന് കട്ടത്തും വെച്ചു, ഒന്ന് കയ്യിലും വെച്ചു. ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ AKG അതിലേക്ക് നിന്നു. അവർ രണ്ടാളും ലോക കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കണു. എനിക്കിപ്പോൾ അതിനൊന്നും അറിയില്ല, നമ്മൾക്കും അറിയില്ല. അവരെ കാണാനുള്ള എൻ്റെ ആവശ്യം, എനിക്ക് ആഗ്രഹം. അപ്പോൾ AKG പറഞ്ഞു, സോഡ പൊട്ടിക്കോ. സോഡ പൊട്ടിച്ചു. അപ്പോൾ പൊട്ടിച്ച് ഞാൻ AKG കൊടുത്തപ്പോൾ AKG അത് പിടിച്ചുകൊണ്ട് പിന്നെയും വർത്താനാണ്. അതിൻ്റെ ഗ്യാസൊക്കെ പോയി. അങ്ങനെ EMSന് കൊടുത്തു. അപ്പോൾ EMS കുടിച്ചു. EMS പിന്നെയൊക്കെ കയ്യിൽ വെച്ചിട്ട് പിന്നെയും വർത്താനാണ്. അപ്പോൾ പറഞ്ഞു, അതും പൊട്ടിക്കോ എന്ന് പറഞ്ഞു. അത് പൊട്ടിച്ചു. AKG ഒന്ന് കുറച്ച് പൊടിച്ചു. അതിന് പിന്നെയും വർത്താനാണ്. അപ്പോൾ അവരെത്രയും ആയത്തിൽ വർത്താനം പറഞ്ഞാൽ മതി എൻ്റെ ധാരണ. കാരണം എപ്പോഴും കാണാമല്ലോ പറ്റുന്നേ. കുറച്ച് നമുക്ക് നേരിട്ട് കാണാനൊന്നും യോഗം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചില്ല. അപ്പോൾ ആ യോഗം ഉണ്ടായില്ലോ. അപ്പോൾ അങ്ങനെ നോക്കി ഒരു 1/2 മണിക്കൂറിക്ക് അവരെന്നെ എല്ലാം കൊണ്ടും കിട്ടി.
സഖാവേ സോഡയ്ക്ക് എത്ര കാശാ? ഞാൻ കൊടുക്കാം. സഖാവിനിൽ കാശുണ്ടോ? AKG വെച്ചതാ. കാശുണ്ടോ? ഉണ്ട്. എന്നാൽ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ആ കുപ്പിയും മേടിച്ചു, ഈ സോഡയുടെ കാശും കൊടുത്തു. അന്ന് പിന്നെ അവർ സ്റ്റേജിൽ വെച്ചിട്ട് അവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞാൻ സന്തർപ്പനായി. ഈ കാണും മാമല വെട്ടി വഴിയാക്കി ആര്യം വിത്തെറിഞ്ഞു, തമ്പ്രാക്കളെ ആര്യം വിത്തെറിഞ്ഞു. വിത്തുമുളച്ചപ്പോൾ ചെങ്കാതീർ വന്നപ്പോൾ മാടം പൊളിച്ചില്ലയോ നിങ്ങള്, ഞങ്ങളുടെ മാടം പൊളിച്ചില്ലയോ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരിപാടി എവിടെയുണ്ടോ അവിടെ ഈ കുട്ടിയിട്ടുണ്ട്. അത് കേവലം ഷോ കാണിക്കാൻ വേണ്ടി വരുന്നതല്ല. പൊതുയോഗം ആരംഭിച്ച് ആ പ്രസംഗങ്ങൾ കഴിയുന്നത് വരെ അദ്ദേഹം അവിടെ ഉണ്ടാകും. പൊതുയോഗത്തിലെ സജീവ സാന്നിധ്യമായിട്ട് ആ ചടങ്ങിൻ്റെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടിട്ടാണ് ഈ കുട്ടിയുടെ പലപ്പോഴും മടങ്ങാറുള്ളത്. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഏഴുമല്ല കിട്ടുണ്യ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എനിക്കിനി സാധിക്കുന്നത് പാർട്ടി ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സാധിക്കുന്നത് ചെയ്യുക, പാർട്ടി പറയുന്നത് അനുസരിക്കുക, സാധിക്കുന്നത് എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് സാധിക്കുന്നത് ഞാൻ ചെയ്യും. അതിൻ്റെ ഒരു വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ എനിക്ക് സാധിക്കുള്ളൂ. വെച്ചാൽ വാൾ പോസ്റ്റ് ഒട്ടിക്കും. കാലം പാകിയ വിമോചന സ്വപ്നങ്ങളുടെ പാവിൽ നിരന്തരം ചലിക്കുന്ന നെയ്ത്തോടം പോലെ സഖാവ് ഈയക്കുട്ടിയുടെ സമരോത്സുക ജീവിതം അപൂർവാനുഭവങ്ങളുടെ ഊടുനൂലോട്ടി. ഇദ്ദേഹം നെയ്തുകൊണ്ടേയിരിക്കുന്നത് ഒരു നാടിൻ്റെയും ജനതയുടെയും രാഷ്ട്രീയ പരിണാമമാകുന്നു. ഭാവി ചരിത്രത്തിൻ്റെ ആകാശങ്ങളെ അത് ചുവപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇക്കാണും മാമല വെട്ടി വഴിയാക്കി ആര്യം വിത്തെറിഞ്ഞു, തമ്പ്രാക്കളെ ആര്യം വിത്തെറിഞ്ഞു. വിത്തുമുളച്ചപ്പോൾ ചെങ്കാതീർ വന്നപ്പോൾ മാടം പൊളിച്ചില്ലയോ നിങ്ങള്, ഞങ്ങളുടെ മാടം പൊളിച്ചില്ലയോ. മാടം പൊളിച്ചതു ചോദിക്കാൻ ചെന്നപ്പോൾ തല്ലി ചതച്ചില്ലയോ തമ്പ്രാക്കളെ, നിങ്ങൾ തല്ലി ചതച്ചില്ലയോ.